ഇവിടെ ഒരു കുട്ടി സൈക്കിൾ ഡൈനാമോ യൂസ് ചെയ്ത് ചെറിയൊരു കാറ്റാടി ഉണ്ടാക്കി അതുപയോഗിച്ച് റേഡിയോ വർക്ക് ചെയ്യിക്കുന്നു. അത് കണ്ട് അവന്റെ ഫ്രണ്ട്സ് അവനെ പ്രശംസിക്കുന്നു. അതെടുത്തു കൊണ്ടുപോയി അച്ഛനെ കാണിച്ച വില്യം നിങ്ങളുടെ സൈക്കിൾ തന്നാൽ ഇതുപോലെ വലിയൊരെണ്ണം ഉണ്ടാക്കി നമ്മുടെ ഗ്രാമത്തിന്റെ ദാരിദ്ര്യം മാറ്റാൻ എനിക്ക് പറ്റുമെന്ന് പറയുന്നു. ആകെയുള്ള സ്വത്ത് സൈക്കിൾ മാത്രമാണ്, അത് നശിപ്പിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് അടിച്ചത് മാത്രമല്ല ആ കാറ്റാടി പൊട്ടിച്ചു കളയുകയും ചെയ്യുന്നു. വില്യമിന്റെ ഫാമിലി കൃഷിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു ആഫ്രിക്കൻ ഗ്രാമത്തിലാണുള്ളത്. ദിവസങ്ങൾ പോകുന്തോറും അവരുടെ ഗ്രാമത്തിൽ വരൾച്ച കൂടുതലായി ദാരിദ്ര്യം കൂടി ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥ വരുന്നു. ആ അവസ്ഥയെ മാറ്റാനാണ് വില്യം ശ്രമിക്കുന്നത്. പക്ഷെ അവന്റെ അച്ഛൻ അവനെ മനസ്സിലാക്കുന്നില്ല. ഒരു ദിവസം വില്യമിന്റെ അമ്മ അച്ഛനോട് നമുക്ക് എല്ലാം നഷ്ടമായി, നമ്മുടെ മകനെയും നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല, ആ സൈക്കിൾ കൊടുക്കെന്ന് പറയുന്നു. അത് കേട്ട് അയാൾ മനസ്സ് മാറി അവനെ മനസ്സിലാക്കി ആ സൈക്കിൾ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം വില്യവും ആ ഗ്രാമത്തിലെ ആളുകളും ചേർന്ന് വലിയൊരു കാറ്റാടി ഉണ്ടാക്കുന്നു. എന്നിട്ട് കൃഷിസ്ഥലം തയ്യാറാക്കുന്നു. അപ്പോൾ കാറ്റടിച്ച് കാറ്റാടിയിലെ ഫാൻ കറങ്ങാൻ തുടങ്ങുന്നു. എന്നിട്ടും മോട്ടോർ വർക്കാവാത്തത് കൊണ്ട് എല്ലാവരും അത് നോക്കി നിൽക്കുന്നു. നോക്കുമ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ മോട്ടോർ വർക്കായി പൈപ്പിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങുന്നു.